പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യമുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂർ ആലുക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മരണസമയത്ത് അയാൾക്ക് ചെവിട്ടോർമ്മ കൊടുക്കുന്നതിനെ പറ്റിയാണ്. ചെവിട്ടോർമ്മ എന്ന വാക്ക് തന്നെ പലർക്കും അറിയില്ല, ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും അറിയില്ല. ആ മരണസമയത്ത് ദേഹത്തിൽ നിന്നും ദേഹിയും ആത്മാവും വേർപെടുന്ന സമയം അത് വളരെ കഠിനമായ പ്രയാസമേറിയ ഒരു സമയമാണ്. വേദന നിറഞ്ഞ സമയമാണ്. മനുഷ്യൻ നമുക്കറിയാം, ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ദേഹി എപ്പോഴും ആത്മാവിൻ്റെ കൂടെയുണ്ട്. ദേഹിയോ ആത്മാവ് ഒന്നല്ല. ദേഹം, ശരീരം, ദേഹി, പ്രാണൻ, ജീവൻ എന്നൊക്കെ പറയാം. ആത്മാവ് വേറെയാണ്. നമുക്കറിയാം ആത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും അവൻ്റെ ആത്മാവാണ്. കാരണം ദൈവം ആത്മാവാണ്. നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും ഉൾക്കൊള്ളുന്നത്. ശരീരമുണ്ട്, ഞാൻ അതിനെപ്പറ്റി ഇതിനായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മണ്ണുകൊണ്ട് മനുഷ്യനും മെനഞ്ഞുണ്ടാക്കി ജീവശ്വാസം ഊതി, അതായത് പരിശുദ്ധാത്മാവിനെ അവനിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവശ്വാസം കൊടുത്തപ്പോൾ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്നാണല്ലോ നാം വായിക്കുന്നത്. ഈ ദേഹിയും ആത്മാവും ദേഹത്തിൽ നിന്ന് വേർപെടുന്ന സമയം വളരെ വിഷം പിടിച്ച സമയമാണ്. ഈ ആത്മാവിന് ഒരിക്കലും ദേഹത്തിൽ നിന്ന് വേർപെടാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ് സത്യം. എത്ര മദ്യപാനിയാണെങ്കിലും ദുർമാർഗിയാണെങ്കിലും ഈ ശരീരത്തോടു കൂടി തന്നെ അവന് വസിക്കണമെന്നും അവനെ ഹരിതാപത്തിലേക്ക് കൊണ്ടുവരണമെന്നുമാണ് ആത്മാവിൻ്റെ ആഗ്രഹം. ഒരിക്കലും അവന് വേർപെടാൻ ഇഷ്ടമില്ല. വേർപെട്ടാൽ വേറൊരു ശരീരത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നില്ല. അത് വേറെ തത്വമാണ്. നമ്മുടെ സിദ്ധാന്തം അത് അംഗീകരിക്കുന്നില്ല. വേർപെട്ടാൽ ആത്മാവ് ദൈവം നിശ്ചയിക്കുന്ന സ്ഥലത്തേക്ക് പോകും. പിന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ ആത്മാവ് ഈ ദേഹത്തിൽ പ്രവേശിക്കാൻ കാത്തിരിക്കണം. അത് വളരെ വേദന നിറഞ്ഞ വിഷമാണത്, സംഭവമാണത്. അപ്പോൾ ചെവിട്ടോർമ്മ എന്ന് പറയുന്നത് വേറെ പല പ്രാർത്ഥനകൾ നടത്തും. എന്നാൽ മരണസമയത്ത് ഏകദേശം മനസ്സിലായി വന്നാൽ പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലും ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് 3 പ്രാവശ്യം ചൊല്ലിക്കൊടുക്കണം. ചെവിട്ടിൽ ചൊല്ലിക്കൊടുക്കുന്നതുകൊണ്ടാണ് ചെവിട്ടോർമ്മ എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ നടത്തുന്നവർ വളരെ കുറവാണ്. പലർക്കും അറിയില്ല അതിനെപ്പറ്റി. നമ്മുടെ ബാമ്പാക്കുട പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ചെവിട്ടോർമ്മ കൊടുക്കേണ്ട കാര്യം. കാരണം ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ഈ വാക്യം, ഈ വിശ്വാസം അവനിൽ ഉണ്ടായിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് കേട്ടുകൊണ്ടാണ് അവൻ ശരീരത്തിൽ നിന്നും വേർപെടേണ്ടത്, ആത്മാവേ. എന്തുകൊണ്ടാണ് അത് കൊടുക്കണമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുമ്പോൾ ഇവൻ ചെയ്ത പാപത്തെ പ്രതി പിശാചുക്കള് ആ ശരീരം തട്ടിയെടുക്കാൻ ശ്രമിക്കും.
മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാചുകൾ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. ഈ ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിശാച് അന്ധകാര സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് കൊണ്ടുപോകരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചവിട്ടോർമ്മ കൊടുക്കുന്നു. ഇവൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടാവും, എങ്കിലും കർത്താവ് ഇവരോട് ക്ഷമിച്ച് പിശാചിൻ്റെ പിടിയിലേക്ക് ഇവരെ നീ വിട്ടുകൊടുക്കരുത്. പിശാചുക്കളാൽ ഇവൻ ആക്രമിക്കപ്പെടരുത്. നിരപ്പത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാലാഖയെ ഇവൻ്റെ ആത്മാവോടുകൂടെ അയക്കണമേ. പിശാചുക്കളുടെ കാവൽ സ്ഥലം കടന്നു പോകുമ്പോളം നിന്റെ മാലാഖമാർ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. പിശാചുക്കളുടെ കാവൽ സ്ഥലം എന്ന് പറയുന്നത് ഓയാർ, ആകാശത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലം. ഓയാറിൽ പതിയിരിക്കുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്നതൊക്കെ തൈലം ഒഴിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്. അത് പിന്നെ വേറെ ദിവസം വീഡിയോയിലിടാം. ചുരുക്കം പറഞ്ഞാൽ പിശാചുക്കള് ഇവന്റെ ആത്മാവിനെ അന്ധകാര ഇരുട്ടിലേക്ക് തള്ളിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. അത് പറ്റില്ല. ഇവരെ പർദീസയിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ മൃതദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് എത്തുവോളം നിന്റെ പരിശുദ്ധ മാലാഖമാരാൽ ഇവൻ നയിക്കപ്പെടണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന പിശാചുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, ആ സമയത്ത് വളരെ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നാം ഓർത്തുകൊള്ളണം. നമുക്കത് മനസ്സിലാവില്ല. ചിലപ്പോൾ രോഗി പിടിയൊന്നും വരില്ല, കരഞ്ഞൊന്നും വരില്ല. കാരണം കരയാൻ അവന് സാധ്യമല്ല, പിന്നാനും സാധ്യമല്ല. പക്ഷെ അവൻ ധാരാളം വേദന അവിടെ അനുഭവിക്കുന്നുണ്ട്. ഈ ആത്മാവിന് വേർപെടാൻ, ആത്മാവിന് ഒട്ടും താല്പര്യമില്ലല്ലോ വേർപെടാൻ. പക്ഷെ ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് വേർപെടാതിരിക്കാനും പറ്റില്ല. രാജന്മാർ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനെയല്ലേ: ഗാത്രവശേഷം ജ്വരമാന്തകനൻ ബാധിക്കുന്നു, വേദനയാൽ അസ്ഥികൾ അന്യോന്യം തിക്കിയിടുന്നു. വേദനയാൽ അസ്ഥികൾ അന്യോന്യം തിക്കാണ്. ആത്മാവ് ശരീരത്തിൽ വേർപെടുന്ന സമയത്തുള്ള വേദന അസ്ഥികൾ അന്യോന്യം തിക്കുകയാണ്. ഗാത്രവശേഷം ജ്വരമാന്തകനൻ ബാധിക്കുന്നു. ശരീരത്തെ തീ ഇട്ട് ദഹിപ്പിക്കുന്നത് പോലെ അത്രമാത്രം ചൂട് അവൻ അനുഭവപ്പെടുകയാണ്. രോഗി ശരിക്കും വേദന അനുഭവിക്കുന്നുണ്ട് ആ സമയത്ത്. ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയുന്നല്ല, അങ്ങനെ വിചാരിക്കണ്ട. നമ്മുടെ പാപത്തിൻ്റെ ബാഹുല്യമാണ് കൂടുതലും കാരണം. അങ്ങനെയുണ്ടൊരു വശം. ആത്മാവിന് ശരീരത്തിൽ നിന്ന് വേർപെടാനുള്ള ദുഃഖവും അതൊരു വശം. ചിലർ ഒത്തിരി സമയം വലിച്ചു ഇതൊക്കെയാണ് ഈ ആത്മാവ് വേർപെടുന്നത്. ഒന്നും മിണ്ടാൻ വയ്യെങ്കിലും, വലിക്കാൻ വയ്യെങ്കിലും, ശ്വാസം പിടിച്ച് വലിക്കാൻ വയ്യെങ്കിലും, ആത്മാവ് ആ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണ് നിറഞ്ഞ് തുളുമ്പും. ആ വേദനത്തിൻ്റെ പാരമ്യത അത്രമാത്രം വലുതാണ്. ആരെയും പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. സമാധാനമായൊരു മരണത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നു. നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് വിശുദ്ധ കുർബാനയിൽ ഭൂസോയ പ്രാർത്ഥന ചൊല്ലുന്നത് ഈ മരണത്തെ സമാധാനപരമാക്കി തീർക്കാനല്ല. നല്ല അവസാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവന് അന്ധകാര സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് വിടാതെ സ്വർഗത്തിലേക്ക് വിടണം. അതാണ് നല്ല അവസാനം എന്ന് ഭൂസോയ പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പരമാർത്ഥമാണ്: ഒരാൾ മരിക്കുമ്പോൾ അവൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുകയാണ്. യുഗാന്തം അവസാനിക്കുന്നു എന്നല്ല, അവൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചെവിട്ടോർമ്മ കൊടുക്കുന്നത് സാത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം, മാലാഖമാരുടെ കാവലുണ്ടായിരിക്കണം.
അന്ധകാര സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകരുതവർ. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്ന സമയത്തുണ്ടാകുന്ന വേദന വളരെ കഠിനമായിരിക്കും. അതിനെനിക്കൊരു ഇളവ് തരണം. അസ്ഥികളന്യൂന്യം തിക്കുവാനും ശരീരം ദഹിപ്പിക്കുന്ന തരത്തിലുള്ള പൊള്ളൽ അനുഭവപ്പെടാതിരിക്കാനും കർത്താവേ ഇവനെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ, കൃപ കൊടുക്കണമേ, കരുണ കൊടുക്കണമേ, ദയവ് കൊടുക്കണമേ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്തുമാത്രം വിലയേറിയ പ്രാർത്ഥന എന്ന് ഓർത്തുകൊള്ളണം. പക്ഷെ പലരും അത് ചെയ്യാറില്ല, പലർക്കും അറിയില്ല. അത് ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മരണശേഷം നമ്മൾ മൃതശരീരം ഭംഗിയായി കുളിപ്പിച്ച് വെള്ളവസ്ത്രം ധരിപ്പിച്ച്, സ്ത്രീകൾക്കാണെങ്കിൽ മന്ത്രകൊടിയ അനുയോജ്യമായ വസ്ത്രവും ധരിപ്പിക്കാം. എന്തെല്ലാം ധരിപ്പിച്ചാലും സ്ത്രീയായാലും പുരുഷനുമായാലും ഒരു വെള്ള നിലയ്ക്ക് ധരിപ്പിക്കണമെന്നൊക്കെ, ഒരു വെള്ളക്കുപ്പായം ധരിപ്പിക്കണമെന്നൊക്കെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ചെയ്ത് കാണുന്നില്ല. പുരുഷന് ഒരു തലയെക്കെട്ട് വേണം, അല്ലെങ്കിൽ ഒരു തൊപ്പി വേണം. സ്ത്രീക്ക് തല മൂടണം. അതൊക്കെ മിക്കവാറും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഏറ്റവും മുകളിലായിട്ടൊരു വെള്ള ഉടുപ്പ്, ഇറക്കാനുള്ളൊരു ഉടുപ്പ് ഇടിക്കുന്നത് അങ്ങനെ കാണുന്നില്ല. വേണ്ടതാണ്. വെള്ളവസ്ത്രം മൃതശരീരം ഭംഗിയായി കുളിപ്പിച്ച് വെള്ളവസ്ത്രം ധരിപ്പിച്ച് കർമ്മങ്ങൾ നടത്തി ശവസംസ്കാര ശുശ്രൂഷ അല്ലെങ്കിൽ മൃതദേഹ സംസ്കാര ശുശ്രൂഷ, ആ ശവത്തിന് അല്ലെങ്കിൽ ആ മൃതദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. ഇനി അത് കിട്ടില്ല. ആ ശരീരത്തിന് ഇത്രയും വിലയേറിയ ശുശ്രൂഷ ഇനി കിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്നതിനാണ് ഈ ശരീരം വീണ്ടും ഉയർക്കുവാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഭംഗിയായി കുളിപ്പിച്ച് ഈ വക കർമ്മങ്ങളൊക്കെ നടത്തുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, പിന്നെ ബഹുമാനിക്കുന്നത്. അത് വയ്ക്കുന്ന കുഴി പോലും ധൂപം വിശുദ്ധീകരിച്ചല്ലേ അടക്കം ചെയ്യുന്നത്. അപ്പോൾ ഉയർക്കുവാനുള്ള ശരീരമായതുകൊണ്ട് ആ മൃതദേഹത്തിന് നമ്മൾ കൂടുതൽ ആദരവും ബഹുമാനവും കൊടുക്കണം. പണ്ടൊക്കെ ഈ നവീകരണ സഭക്കാർ ഏതെങ്കിലും കാട്ടിലോ മൂലയിലൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് കുശിട്ട് വെച്ച് അവർ വരും, പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതിലിപ്പോഴൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. സെമിട്രികളൊക്കെ തന്നെ ഓരോ സഭകളും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അത്രയെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് മാത്രം. പിന്നെ അങ്ങോട്ട് നോക്കൂല, പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കൂല. അതിനെപ്പറ്റി ഇനി വിശാലത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ധൂപം വെച്ചുള്ള പ്രാർത്ഥന നമുക്കറിയാം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരുദാസന നിൻ ജീവസ്വരമതുണർത്തണമേ കബരീന്നുദ്യാനത്തിനായി. കബരീന്നുദ്യാനത്തിലേക്ക്, ഏതെന്നോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്ന് വേണം പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ. അത് രണ്ടാമത്തെ വരവിലുണ്ടാവുള്ളൂ. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു വലതുഭാഗത്തുള്ളവരോട്. കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് വലുത് പറയാൻ ആർക്കുള്ള? ചില സഭകളൊക്കെ ഇപ്പം തന്നെ മരിച്ച ഉടനെ സ്വർഗത്തിൽ പോകുന്ന എന്തൊരു അർത്ഥമില്ലാത്ത വചനവിരുദ്ധമായ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ആണെന്നൊക്കെ. ആ ധൂപത്തിൻ്റെ പുകയോടുകൂടെ നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിങ്കിലേക്ക് ഉയരുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. ധൂപം വെച്ച് മൃതശരീരത്തെ ധൂപം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മൃതശരീരത്തിനല്ല ധൂപം. ആ ധൂപം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ധൂപം വെച്ച് കുമ്പിടുന്നത്. പക്ഷെ ആ കുമ്പിടിയിലും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ ആത്മാവിനും ശരീരത്തിനും ഗുണം ചെയ്യുന്നുണ്ട് എന്ന് മറക്കരുത്. ചില സ്ഥലങ്ങളിൽ വീടിനകത്ത്
മൃതദേഹം പള്ളിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് അച്ഛൻ മൃതദേഹത്തിന് ആ വീടിൻ്റെ അകത്ത് കയറി ഒരു കട്ടിലിലെ വെള്ളം വിരിച്ച് തിരി കത്തിച്ച് വെച്ച് ഈ ധൂപ്രാർത്ഥന നടത്തുന്ന ഒരു പതിവ് ചില സ്ഥലങ്ങളിലുണ്ട്. മിക്കവാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ കട്ടിലിൽ വെള്ളം വിരിച്ച് പ്രാർത്ഥിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഇല്ലത്. അതിനൊരു ആന്തരാർത്ഥം പറയുന്ന പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. 40 ദിവസം വരെ ആത്മാവ് എപ്പോഴെങ്കിലും ഈ അവൻ്റെ വീട് സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ഇതൊരു പാരമ്പര്യ വിശ്വാസമാണ്. യഹൂദന്മാർ 3 ദിവസത്തേക്ക് ആത്മാവ് അവനെ ചുറ്റിപ്പറ്റിയുണ്ടാകും, അവൻ്റെ വീട്ടിലുണ്ടാകും എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണോ ഇതെന്ന് എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും അർത്ഥം അതിനുണ്ടെങ്കിലും പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഏതായാലും ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം 4 ദിവസത്തേക്ക് എപ്പോഴും ഉണ്ടാവില്ല. അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ആ ആത്മാവിനെ സ്വീകരിക്കാനാണ് നമ്മൾ 40 ദിവസവും തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥനയൊക്കെ അവിടെ നിന്നാണ് നടത്തുന്നത്. സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയൊക്കെ അവിടെ നിന്ന് നടത്തുന്നത്. അപ്പോൾ 40 ദിവസത്തേക്ക് ആ തിരി കിടത്താതെ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ചെവിട്ടോർമ്മ കൊടുക്കാൻ വലിയ കാര്യമൊന്നുമില്ല. ഒരു സെൻറ്റൻസ് 3 പ്രാവശ്യം പറയാം. അപ്പോഴും ആൾ മരിച്ചില്ലെങ്കിൽ പിന്നെയും ചൊല്ലിക്കൊടുക്കാം. പിന്നെ അവിടെ ഉള്ളവർക്ക് വിശ്വാസപ്രമാണം ചൊല്ലാം. മരിച്ചു കഴിഞ്ഞാൽ മാലാഖമാരുടെ സ്തുതിപ്പും മാറാനീശോ വിഷയങ്ങളൊരു കൗമയൊക്കെ ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലുന്ന പതിവൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അതെല്ലാവരും പാലിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. നമ്മുടെ സഭയുടെ പ്രത്യേകതകളാണ് ഇതൊക്കെ. സത്യസഭയാണ് അത് നമ്മൾ മറക്കരുത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.